കോർണർ ഫുട്ബോളിലേക്ക് സ്വാഗതം. അങ്ങനെ റയൽ മാഡ്രിഡിനെ കോപ്പ ഡെൽ റേയുടെ ഫൈനലിൽ, എൽ ക്ലാസിക്കോ ഫൈനലിൽ ഇന്നലെ 2-3 എന്ന സ്കോർ ലൈനിൽ ഒരു കംബാക്കിലൂടെ 32ാമത്തെ കോപ്പ ഡെൽ റേ കിരീടം നേടുകയാണ് ബാർസലോണ. പിള്ളേരുടെ മെന്റാലിറ്റി, എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത കളി, അടിക്ക് തിരിച്ചടി. ഇതുപോലത്തെ ഒരു എൽ ക്ലാസിക്കോ മാച്ച് നമുക്ക് ഇത് കഴിഞ്ഞ കുറേ സീസണിൽ നമുക്ക് കാണാതെ പോയൊരു തികച്ചും വെട്ടാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു എൽ ക്ലാസിക്കോ, ഒരു സൂപ്പർ പോരാട്ടമായിരുന്നു ഇന്നലെ പാതി രാത്രിയിലും കാണാൻ സാധിച്ചത്. അത് തന്നെ 32ാമത്തെ കിരീടമാണ് ബാർസലോണ നേടുന്നത്. 8 തവണയാണ് കോപ്പ ഡെൽ റേയുടെ ആ ഒരു ഫൈനൽ മാച്ചുകളിൽ ഇരുവരെ ഏറ്റുമുട്ടിയത്. ഇപ്പൊ 4ാമത്തെ തവണ ബാർസലോണയ്ക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2014 അവസാനം ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയത്, അന്ന് 2-1 വിജയം റയൽ മാഡ്രിഡാണ് നേടിയത്. ഇപ്പം അതിന് 11 വർഷത്തിന് ശേഷമാണ് കോപ്പ ഡെൽ റേയുടെ ഒരു ഫൈനൽ ഇരുവരും ഏറ്റുമുട്ടുന്നത്. അതിൽ ബാർസലോണ ഒരു ഗംഭീര വിജയം നേടിയിരിക്കുകയാണ്. ഈ സീസൺ നോക്കുകയാണെങ്കിൽ 3 തവണയാണ് ഇരുവരും ഈ സീസണിൽ തന്നെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അത് തന്നെ ജനുവരിയിൽ കിങ്സ് കപ്പിൽ അങ്ങ് ജിദ്ദയിൽ വെച്ച് നടന്ന മത്സരത്തിൽ 5-2 അന്ന് ബാർസലോണ കപ്പ് തൂക്കിയത്. അതിനു മുമ്പ് ഒക്ടോബർ ബെർണാബോയിൽ വെച്ച് ലീഗ് മാച്ചിൽ 4-0 ബാർസലോണയുടെ പിള്ളേർ റയൽ മാഡ്രിഡ് അന്ന് അവിടെ നാണം കെടുപ്പിച്ച് തോൽപ്പിച്ചിരുന്നു. അപ്പൊ അതിനുശേഷം ഇന്നലെ ഇതാ 3-2 എന്ന കംബാക്കിലൂടെ ഇതുപോലത്തെ ഒരു മെന്റാലിറ്റി. എന്റെ ടീം യഥാർത്ഥത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്ലബ്ബ് അത് ലിവർപൂളാണ്. പക്ഷെ ബാർസലോണ പ്ലേയേഴ്സ്, എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത കളി. ഇത്രയും ഈ ഒരു തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിലും ഇമാതിരി പെർഫോമൻസ് നിങ്ങൾക്കല്ലാതെ അതിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് പോകുന്നത് ഫ്ലിക്ക് എന്ന മാന്ത്രികന് മാത്രമാണ്. കാരണം എത്ര പറഞ്ഞാലും എത്ര വാഴ്ത്തിപ്പാടിയാലും ഫ്ലിക്കിന്റെ ആ ബാർസലോണയുടെ ഈ സീസണിലെ ആ ഒരു മാറ്റത്തിന് എത്ര പറഞ്ഞാലും മതിയാവില്ല. അമ്മാതിരി മാറ്റമാണ് ബാർസലോണ പ്ലേയേഴ്സിന്റെ അടുക്കൽ നിന്ന് ഈ സീസണിൽ കാണുന്നത്. കാരണം പകുതിയും ലാമാസിയ പ്ലേയേഴ്സ്, കഴിഞ്ഞ സീസണിൽ സാവി ഉപയോഗിച്ച അതേ സെയിം പ്ലേയേഴ്സ്, ഒറ്റ മാറ്റം ഓൾമ മാത്രം. ആ ഒരു സ്കോഡ് വെച്ചാണ് ഇമ്മാതിരി രീതിക്കുള്ള ഈ അതിശയിപ്പിക്കുന്ന ഈ പ്രകടനം. ഇപ്പൊ ഓൾറെഡി 2 കപ്പ് തൂക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ 2 കപ്പ് നിലവിൽ ബാർസലോണയ്ക്ക് ഉണ്ട്. ഇനി നിലവിൽ 2 കോമ്പറ്റീഷനിലുണ്ട്. ഒന്ന് ലീഗിൽ തന്നെ 4 പോയിന്റ് റയൽ മാഡ്രിഡിനെ പിന്തള്ളി 1ാം സ്ഥാനത്താണ്. ഇപ്പം ചാമ്പ്യൻ ലീഗിന്റെ സെമി ഫൈനൽ വരെ ഉണ്ട്. അങ്ങനെ 2 കപ്പ് ഇനി മുന്നിലുണ്ട്. ട്രിബിളെങ്കിലും അടിക്കും എന്നാണ് ബാർസലോണ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അമ്മാതിരി പെർഫോമൻസ് ആണ്, അമ്മാതിരി മെന്റാലിറ്റി. ഇപ്പൊ കഴിഞ്ഞ 2-3 സീസൺ കാണാതെ പോയ ഒരു മെന്റാലിറ്റി. തികച്ചൊരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ എന്ന് വേണം പറയാം. ഫ്ലിക്കിന്റെ കീഴിൽ ഇപ്പൊ ബാർസലോണ കളിക്കുന്നത്. ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ മികച്ചു നിന്നിരുന്ന ഒരു ഷോട്ട് മാത്രമേ ഇന്ന് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിനെ കൊണ്ട് അടിക്കാൻ സാധിച്ചുള്ളൂ. അമ്മാതിരി പാസിംഗ് ഗെയിം, ഒരു ലൈറ്റനിങ് പാസിംഗ് എന്ന് വേണം പറയാം. കാരണം ഒരു പാസ് ഒരാൾ സ്വീകരിക്കുമ്പോൾ അത് മറ്റൊരാളിലേക്ക് ഉടനെ തന്നെ, കാരണം അമ്മാതിരി അറ്റാക്ക് ചെയ്യാൻ വരുന്ന റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന്റെ അടുക്കിൽ നിന്നും വെട്ടിത്തിരിഞ്ഞുള്ള പാസുകൾ, പെഡ്രി ആയിരുന്നാലും ഓൾമ ആയിരുന്നാലും മാർട്ടിൻ ആയിരുന്നാലും ഈവൻ കുബാർസി, ഇനിഗോ മാർട്ടിനസ്, ലാമിൻ യമാൽ, ഒരു ടീം പെർഫോമൻസ്, ഒരു അമ്മാതിരി ടീം പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. കാരണം ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കാരണം ബാർസലോണ മാത്രമേ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. 73% പൊസിഷൻ കീപ്പ് ചെയ്തു. അതിൽ 9 ഷോട്ട്, 4 ഓൺ ടാർഗറ്റ്. അതിൽ തന്നെ റയൽ മാഡ്രിഡിന് അടിക്കാൻ സാധിച്ച വെറും 1 ഷോട്ടുകൾ ഫസ്റ്റ് ഹാഫ്. എൻ്റെ മോനെ, അതുപോലെ സെക്കൻഡ് ഹാഫ് കളിച്ചിരുന്നെങ്കിൽ ഇന്നലെ റയൽ മാഡ്രിഡ് ചാരമായിരുന്നു നേരെ. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ചേഞ്ചസുകൾ വരുന്നുണ്ട്. റയൽ മാഡ്രിഡ് കളിയിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. റയൽ മാഡ്രിഡ് 2 ഗോൾ അടിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു രക്ഷയില്ല കേട്ടോ. സെക്കൻഡ് ഹാഫ് റയൽ മാഡ്രിഡ് സൂപ്പറായിട്ട് കളിച്ചു. കളി തുടങ്ങി ആ ചേഞ്ചസുകൾ മാറ്റിയതിന് ശേഷം റയൽ മാഡ്രിഡ് സൂപ്പറായിട്ട് കളിച്ചു. അതിൽ തന്നെ 2 ഗോൾ അടിച്ച് തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് ആദ്യം കളിയിലെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 4-2-3 എന്ന ഫോർമേഷൻ ആണെന്ന് തോന്നുന്നു ഇരു ടീമുകൾ ഇറങ്ങിയത്. ഇന്നലെ ബാർസലോണ ടീം നോക്കുകയാണെങ്കിൽ ഇന്നലെ ചെസിനി ആയിരുന്നു ഗോൾ കീപ്പർ. റൈറ്റ് ബാക്ക് ആയിട്ട് കോണ്ടെ, ഇനിഗോ മാർട്ടിനസ്, കുബാർസി. ലെഫ്റ്റ് ബാക്ക് ആയിട്ട് മാർട്ടിൻ. മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ പെഡ്രി, ഡിയോങ്, ഓൾമോ. ഫോർവേഡ് ആയിട്ട് ലാമിൻ യമാൽ, ഫെറാൻ ടോറസ്, റാഫിനി ആയിരുന്നു. റയൽ മാഡ്രിഡിന്റെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കോട്ടോ ആയിരുന്നു ഗോൾ കീപ്പർ. റൈറ്റ് ബാക്ക് ആയിട്ട് വാസ്കസ്, റൗൾ അസെൻസിയോ, റോഡിഗർ, ഫെർലാൻ മെൻഡി ആയിരുന്നു. ഫെർലാൻ മെൻഡി 21ാമത്തെ മിനിറ്റിൽ ആ പരിക്ക് പറ്റി മാറുന്നുണ്ട്. പിന്നെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ബെല്ലിങ്ങാം, വാൽവേർഡെ, സിബല്ലസ്, ചൗമേനി. അതുപോലെ തന്നെ ഫ്രണ്ട് ലൈനിൽ എംബാപ്പ ഫസ്റ്റ് 11 എംബാപ്പ സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങിയിരുന്നത്. വിനീഷ്യസും റോഡിഗ്രയും ആയിരുന്നു ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തികച്ചും ബാർസലോണ ആധിപത്യം എന്ന് വേണം പറയാം. ആ പാസിങ് അമ്മാതിരി, ആ കണ്ണിമ വെട്ടാൻ പറ്റാത്ത രീതിക്കുള്ള പാസിങ്. അത് തന്നെ ആ ഗോള് വരുന്നത് പെഡ്രി ആ സെന്റർ ഹാഫ് നിന്ന്, എന്ന് വെച്ചാൽ ആ ഒരു ഗ്രൗണ്ടിന്റെ ആ ഹാഫ് നിന്ന് ഒരു ബ്യൂട്ടിഫുൾ ബാള് ലാമിൻ യമാൽ നൽകുന്നുണ്ട്. ലാമിൻ യമാൽ അത് വെയിറ്റ് ചെയ്ത് അളന്നു മുറിച്ച പാസ്, ഒരു ബ്യൂട്ടിഫുൾ പാസ് അത് പെഡ്രിക്ക് നൽകുന്ന അതിനപ്പുറമുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫിനിഷിലൂടെ ബാർസലോണ 1-0 മുന്നിലെത്തുന്നുണ്ട്.
അപ്പൊ അതിനുശേഷം നോക്കിയാലും ആ ഒരു ഫ്ലുവന്റ് ആയിട്ട് ബാർസലോണ ആ ഫസ്റ്റ് ഹാഫ് മൊത്തവും കളിച്ചു തീർക്കുന്നുണ്ട്. അപ്പം ഒരു എടുത്തു പറയേണ്ട ചാൻസുകൾ ഇന്നലെ വിനീഷ്യസിനാണെങ്കിൽ കൂണ്ടേനെ മറികടക്കാൻ പോലും പറ്റുന്നില്ല. ഈവൻ ലാമിൻ യമാൽ പോലും വിനീഷ്യസിന്റെ ആ ബാൾ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അമ്മാതിരി ഒരു ടീം പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫിൽ കണ്ടത്. അതുപോലെ തന്നെ മൊത്തത്തിൽ ഇന്നലെ ബാർസലോണ കളിയിൽ മൊത്തത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഇന്നലെ റാഫിനെ മാത്രം ഒരുവിധം ഒരു ബിലോ ആവറേജ് പ്ലെയർ ആയിട്ട് നിന്നു. അതിനുശേഷം വരുന്നത് മാർട്ടിനാണെന്ന് തോന്നുന്നു. മാർട്ടിനൊക്കെ സെക്കൻഡ് ഹാഫിൽ പിൻവലിക്കുന്നുണ്ട്. റാഫിനൊക്കെ മൂന്നാല് ചാൻസുകൾ ഒരു വരുന്നുണ്ട്. ഒരു സെയിം സ്പോട്ടിൽ സെയിം ഷോട്ട് സെയിം ആംഗിളിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ റാഫിനെയാണ് ഇന്നലെ ഒരു അല്പം കൂടെ മങ്ങി നിന്നെന്ന് തോന്നുന്നു. ബാക്കി ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാർസലോണ ഒരു രക്ഷയില്ലാത്ത മെന്റാലിറ്റിയാണ് അവർ കളിച്ചത്. അതുപോലെ ഈവൻ റയൽ മാഡ്രിഡ് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്കായിട്ട് കളിച്ചത് ബെല്ലിംഗം ആയിരുന്നു. ബെല്ലിംഗം സൂപ്പറായിട്ട് കളിച്ചു. കാരണം ഫസ്റ്റ് ഹാഫിലായിരുന്നല്ലോ ഒരുവിധം ഇന്റർസെപ്ഷനൊക്കെ ബാളൊക്കെ റിക്കവർ ചെയ്ത് എടുക്കാൻ ബെല്ലിംഗമാണ് മുന്നിട്ടുന്നത്. ബെല്ലിംഗം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു മികച്ച കളിക്കാനായിട്ട് ഇന്നലെ റയൽ മാഡ്രിഡ് ആ സ്കോർ കാണുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ തുടങ്ങി റയൽ മാഡ്രിഡാണ് സൂപ്പറായിട്ട് കളിക്കുന്നത്. കാരണം ആ ചേഞ്ചസുകൾ മോഡ്രിച്ചും അതുപോലെ തന്നെ അർദ ഗൂളറൊക്കെ അവിടെ സെക്കൻഡ് ഹാഫ് വരുന്നുണ്ട്. ആ ഒരു ചേഞ്ചസുകൾ വഴി റയൽ മാഡ്രിഡ് കളിയിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അതിൽ തന്നെ ആ ഒരു ഗോള് എംബാപ്പ നേടുന്നുണ്ട്. ഈ സീസണിൽ റയൽ മാഡ്രിഡ് വന്ന ശേഷം ആദ്യത്തെ ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോളാണ് ഇന്നലെ എംബാപ്പ നേടുന്നത്. ആ ഒരു സൂപ്പർ ഗോൾ തന്നെ. കാരണം ആ സമയത്ത് സെറ്റ് പീസ് എനിക്ക് തോന്നുന്നു സെറ്റ് പീസ് എടുക്കുന്ന സമയത്തൊക്കെ ബാർസലോണ ആ സെറ്റ് പീസ് നിന്ന് ക്ലിയർ ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. അതുവരെയ്ക്കും മികച്ച രീതിയിലാണ് കുബാർസി അതുപോലെ തന്നെ ഇനിഗോ മാർട്ടിനസ് ഒക്കെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ചാടി വീണൊക്കെ ഇന്റർസെപ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. റിക്കവറി അതുപോലെ തന്നെ പാസുകളായിരുന്നാലും ഒരുപോലെ സൂപ്പറായിട്ട് ഇന്നലെ അനിനി ചേട്ടനും കൂടെ ബാർസലോണ ആ ഡിഫൻസ് സൂപ്പറായിട്ട് കൈകാര്യം ചെയ്തിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ആ റയൽ മാഡ്രിഡിന്റെ അറ്റാക്ക് ഒരു രക്ഷയില്ലാത്ത അറ്റാക്ക് തിരിച്ച് സെക്കൻഡ് ഹാഫ് സൂപ്പറായിട്ട് കളിച്ചിരുന്നു. തിരിച്ച് വരുന്നുണ്ട്. റയൽ മാഡ്രിഡിന് സൂപ്പറായിട്ട് ആ കളി തുടങ്ങിയതും പിന്നെ അവസാനത്തെ 20 മിനിറ്റിലായിരുന്നു ഒന്ന് ബാർസലോണ അല്പം കൂടെ ആ ചേഞ്ചസിലൂടെ അല്പം കൂടെ സൂപ്പറായിട്ട് കളിക്കുന്നത്. ആ ഫസ്റ്റ് ഹാഫ് കണ്ട അതേ രീതി കളിക്കുന്നത്. ആ സെക്കൻഡ് ഹാഫിൽ ആ ഒരു റയൽ മാഡ്രിഡ് അറ്റാക്കിൽ ബാർസലോണ മിഡ്ഫീൽഡ് ഒക്കെ പതറുന്നുണ്ട്. അവിടെ തന്നെ ഓൾമനെ പിന്മാറ്റി അവിടെ ലോപ്പസ് ഒക്കെ വരുന്നുണ്ട്. ഫെർമിൻ ലോപ്പസ് ഇറങ്ങിയ ശേഷം അല്പം കൂടെ ബാർസലോണ മിഡ്ഫീൽഡ് അല്പം കൂടെ സ്ട്രോങ് ആവുന്നുണ്ട്. അത് തന്നെ റാഫിനേക്ക് ആ ഒരു 56ാമത്തെ മിനിറ്റ് ആണെന്ന് തോന്നുന്നു രണ്ട് സെയിം ചാൻസ് റാഫിനേക്ക് വരുന്നുണ്ട്. ആ ഓൾമാർ ആ ഒരു മിഡ് ജഡ്ജ്മെന്റ് ആണെന്ന് തോന്നുന്നു. കാരണം അവിടെ ലാമിൻ യമാൽ സൂപ്പറായിട്ട് ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട്. അല്പം കൂടെ ലാമിൻ യമാൽ സൂപ്പറായിട്ട് അടിക്കാന്നുള്ള ഒരു ഷോട്ടാണ്. പക്ഷെ ഓൾമ നേരെ റാഫിനേക്കാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ആ റാഫിനയുടെ ഷോട്ട് അവിടെ വൈഡായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അതേ സെയിം ആംഗിൾ അതേ സെയിം സിറ്റുവേഷൻ റാഫിനേക്ക് വീണ്ടും വരുന്നത്. അതേ സെയിം ഷോട്ട് അതേ സെയിം ആംഗിളിൽ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പൊ കളി തുടങ്ങി സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ചെസ്നിയുടെ അവിടെ 2 സൂപ്പർ കിടിലൻ സേവുകൾ വരുന്നുണ്ട്. 2 പ്രാവശ്യം വിനീഷ്യസിന്റെ ആ ഒരു ഇരട്ട സേവുകൾ ചെസ്നി അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ആ സെക്കൻഡ് ഗോള് ആ അർദ്ധ ഗോളിന്റെ കോണിൽ നിന്ന് ചൗമനിയാണ് ഗോൾ നേടുന്നത്. അവിടെ ബാർസലോണ ആരാധകരും കളിക്കേണ്ട ഞാൻ വരെ സ്തംഭിച്ചു പോയി. കാരണം കിടിലം കംബാക്കാണ് ഇന്നലെ റയൽ മാഡ്രിഡ് ആ സിറ്റുവേഷൻ നടത്തുന്നത്. കാരണം ആ സമയം വരെയും റയൽ മാഡ്രിഡ് തന്നെയാണ് അറ്റാക്ക് ചെയ്ത് ഒരുവിധം അറ്റാക്ക് സൂപ്പറായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അവിടെ വിനീഷ്യസ് ആയിരുന്നാലും നിരന്തരം ബാർസലോണ ഗോളി ചെസ്നിനെ ടെസ്റ്റ് ചെയ്തേ കൊണ്ടേയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ എന്തുകൊണ്ട് ആ കളി കണ്ടില്ല, സെക്കൻഡ് ഹാഫിൽ ഇതിന് മാത്രം സൂപ്പറായിട്ട് കളിക്കാൻ തോന്നിയത്? എന്തായാലും ഒരു ചേഞ്ചസിൽ തന്നെയായിരിക്കും ആ ഒരു മാറ്റത്തിന് കാരണം. പിന്നെ അതിനുശേഷമാണ് ട്വിസ്റ്റ് വരുന്നത്. ആ ലാമിൻ യമാലിന്റെ സൂപ്പർ പാസ് ഫെറാൻ ടോറസ് എന്ന് എനിക്ക് തോന്നുന്നു. ഫെറാൻ ടോറസിന് ആ ബാർസലോണയുടെ ഈ സീസണിലെ ഒരു സൂപ്പർബ് മാച്ചാണ് ഫെറാൻ ടോറസിന്റെ വക കാണാൻ സാധിച്ചത്. കാരണം ആ ഗോളിന് മുമ്പ് എനിക്ക് തോന്നുന്നു റൂഡിഗറുമായിട്ട് ആ ഒരു കൊമ്പ് കോർക്കുന്ന സന്ദർഭങ്ങൾ വരുന്നുണ്ട്. കാരണം റൂഡിഗർ അതിനു മുമ്പ് ഫെറാൻ ടോറസിനെ ഫൗൾ ചെയ്യുന്നുണ്ട്. അതിന് പകരം തിരിച്ച് ബോക്സിൽ വന്ന് അന്റോണിയോ റൂഡിഗറിനെ അവിടെ ഫെറാൻ ടോറസ് ഫൗൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ലാമിൻ യമാലിന്റെ ഒരു സൂപ്പർബ് പാസ് 2 അസിസ്റ്റ് ചെറുക്കൻ നല്ല നേടുന്നുണ്ട്. അവസാന നിമിഷം വരെയും ചെറുക്കൻ കളിക്കുന്നുണ്ട്. കാരണം തളർന്നു പോയി ചെറുക്കൻ, എങ്കിലും പിടിച്ചു നിന്നു. രണ്ടാമത്തെ പാസ് ഒരു സൂപ്പർ പാസ് ആയിരുന്നു. അതിനേക്കാട്ടി ഒരു സൂപ്പർ ഫിനിഷ് ആ കോട്ടോനെ കബളിപ്പിച്ചുകൊണ്ട് ആ ഫിനിഷ് ചെയ്യുമ്പോൾ റൂഡിഗർ അവിടെ ആ ബാളിനെ കിട്ടാതെ അവിടെ വീഴുന്നുണ്ട്. അമ്മാതിരി സൂപ്പർ ഫിനിഷിലൂടെ 2-2 എന്നത് ഒരു സ്കോർ ലൈനിൽ ബാർസലോണ തിരിച്ചു വരുന്നുണ്ട്. അതിനുശേഷം എക്സ്ട്രാ ടൈം 120 മിനിറ്റ് വരെ ഒരു കണ്ണുമ വിട്ടാതുള്ള ഒരു സൂപ്പർ കളിയായിരുന്നു. സെക്കൻഡ് ഹാഫിന് തോന്നുന്നു ഇരു ടീമുകളും വലുതായിട്ടൊന്നും ഇത് ചെയ്യുന്നില്ല. കാരണം എല്ലാം തളർന്ന ഒരു രീതിക്കാണ് കളിക്കുന്നത്. പിന്നെ 115ാമത്തെ മിനിറ്റിൽ കൂണ്ട ഒരു ഗോൾ നേടുന്നുണ്ട്. റയൽ മാഡ്രിഡ് ആരാധകരുടെ നെഞ്ച് പുലർത്തിയുള്ള ആ ഗോള്. കാരണം ഒട്ടുമിക്ക ആ സ്റ്റേഡിയം സ്തംഭിച്ചു പോയി. ബാർസലോണ ആരാധകർ ആഹ്ലാദത്തോടെ ആ ഒരു
രംഗമാണ് വരവേറ്റത്. കാരണം ബാർസലോണയുടെ ആ ഒരു സൗണ്ട് മാത്രമേ ആ സമയത്ത് റയൽ മാഡ്രിഡ് ആയിക്കൂടി ഇതായിപ്പോയി. കാരണം അവസാന നിമിഷം 115ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ വരുന്നത്. ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടോ? പക്ഷേ ഫുട്ബോളാണ്, എന്ത് മാറ്റം വേണമെങ്കിലും സംഭവിക്കുക എന്നുള്ള ഒരു ഗെയിമാണ്. പക്ഷേ എങ്കിലും ബാർസലോണ സൂപ്പറായിട്ട് 3-2 എന്ന സ്കോറിൽ ആ നിമിഷം തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു പെനാൽറ്റി ഇൻസിഡന്റ് വരുന്നുണ്ട്. പക്ഷെ അവിടെ എംബാപ്പെ ഓഫ് സൈഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം റഫറിങ്. എൻ്റെ മോനെ, റഫറിങ് എന്ന് വെച്ചാൽ ഇന്നലത്തെ റഫറിങ് ഞാൻ ഈ കളിയിൽ കാണുന്നതിൽ വെച്ച് ഏറ്റവും കൂറ റഫറിങ് ആണ് ഇന്നലെ കണ്ടത്. കാരണം ഒരുവിധം റഫറി ഇന്നലെ മൊത്തത്തിൽ ഡെസ്പറേറ്റ് ആയിരുന്നു. കാരണം അമ്മാരി കോളുകൾ എന്നല്ല കാണിച്ചത്. അതിനിപ്പോ ഈവൻ വാർ റഫറി ആയിരുന്ന പോലും. കാരണം ആ ഒരു ക്രോസ്, റാഫിനിയുടെ ക്രോസ് അവിടെ വാൽവേയുടെ കൈ കൊണ്ട് തടുക്കുന്നുണ്ട്. അത് പ്യുവർ പെനാൽറ്റി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈവൻ അത് ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഓൺ ഫീൽഡ് റഫറി തന്നെ പെനാൽറ്റി വിധിക്കാം. വാർ റഫറി പോലെ അത് പെനാൽറ്റി വിധിക്കുന്നില്ല. പിന്നെ ഓൾമോസ്റ്റ് ഒരു കോർണർ, റൂഡിഗറുടെ ബാൾ അവിടെ വുഡ്വർക്ക് തട്ടി പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് സിബില്ലസ് മാർട്ടിനെ പിടിച്ച് വലിക്കുന്നുണ്ട്. അതിനെന്തേ റഫറി പെനാൽറ്റി കൊടുക്കാത്തത്? അത് ലലീഗയിലൊക്കെ എന്തുമാത്രം ഇൻസിഡന്റുകൾ ഒരു റയൽ മാഡ്രിഡിന്റെ കളിയിൽ തന്നെ അസൻസിയോനെ വലിക്കുന്നതിന് ഒരു പെനാൽറ്റി വിധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവിടെ പെനാൽറ്റി കൊടുത്തില്ല? റഫറി എനിക്ക് തോന്നുന്നു ഒരു ഓൺ സൈഡ് റഫറി ആയിട്ട് നിന്നത് പോലെ തോന്നുന്നു. കാരണം ഒരുപാടും കാർഡ് കൊടുക്കേണ്ട സിറ്റുവേഷനിലൊക്കെ കാർഡൊന്നും കൊടുക്കുന്നില്ല. ഈവൻ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവിടെ വിനീഷ്യസിന് അവിടെ പെനാൽറ്റി വിധിക്കുന്നുണ്ട്, എംബാപ്പയ്ക്ക് പെനാൽറ്റി ഉടനെ തന്നെ വിധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ബാർസലോണയ്ക്ക് മാത്രം ഇങ്ങനെ ഒരു കാര്യം റഫറി കാണിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ അവസാന നിമിഷം ആ റൂഡിഗറിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു കളിക്കാരന് ഒട്ടും ചേരാത്ത ആറ്റിറ്റ്യൂഡാണ് ഇന്നലെ റൂഡിഗറിന്റെ അടുക്കുന്ന കാണാൻ സാധിക്കും. ഒരു പക്കാ ഗുണ്ടർ ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ വിനീഷ്യസ് എനിക്ക് തോന്നുന്നു എല്ലാം മൊത്തത്തിൽ ഫ്രസ്ട്രേഷൻ ആയിപ്പോയി. കളിക്കാർക്ക് കാവജാൽ വരെ ഗ്രൗണ്ടിന്റെ പുറത്തുനിന്ന് ചീത്ത വിളിക്കുന്നുണ്ട് റഫറീനെ. ഈവൻ ബെല്ലിങ്ങാം വരെ ചീത്ത വിളിക്കുന്നു കളിന്റെ ഇടയ്ക്ക്. അപ്പം ഇതൊക്കെ ഇതേ റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടോപ്പ് ക്ലബിൽ കളിക്കുന്ന ഒരു പ്ലേയേഴ്സിന്റെ അടുക്കൊന്നും ഒരിക്കലും ഒരു ആരാധകർ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു സംഭവവികാസങ്ങളാണ് ലാസ്റ്റ് നിമിഷങ്ങളിൽ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന്റെ അടുക്കൊന്നും കാണുന്നത്. അപ്പൊ അതിനൊക്കെ സസ്പെൻഷൻ വരുമോ ഇല്ലെന്ന് നമുക്ക് കാത്തിരിക്കാം. കാരണം ഇത് ഈവൻ ഒരു ലെവൻഡോസ്കി ഒന്ന് മൂക്കിൽ എന്തോ ഒരു കാണിച്ച ലെവൻഡോസ്കി 3-4 കളി സസ്പെൻഷൻ കൊടുത്തിരുന്നു ലലീഗ. അപ്പൊ ഇനി എത്രമാത്രം സസ്പെൻഷൻ വരുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ എന്തായാലും ഒരു സൂപ്പർബ് പെർഫോമൻസിലൂടെ ബാർസലോണ ഇന്നലെ 2-3 എന്നൊരു സ്കോർ ലൈനിൽ കോപ്പ ഡെൽ റേ ഫൈനൽ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ബാർസലോണയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് വെച്ചാൽ ലാമിൻ യമാൽ 2 അസിസ്റ്റ്, പെഡ്രിയും അതുപോലെ തന്നെ ഡിയോങ് ആയിരുന്നാലും ഓൾമോ ആയിരുന്നാലും മിഡ്ഫീൽഡ് സൂപ്പറായിട്ട് കളിച്ചു നിന്നു. ഈവൻ അനീനും ചേട്ടനും കുബാർസിയും ഇനീഗോ മാർട്ടിനസും സൈലന്റ്, ഈ സീസണിൽ ബാർസലോണയുടെ സൈലന്റ് പോരാളികൾ ഒരു സൂപ്പർ ചാടി വീണൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ വിനീഷ്യസ് കൂണ്ടേനെ മറികടക്കാൻ പാടുപെട്ടു. സൂപ്പറായിട്ട് ഫസ്റ്റ് ഹാഫ് ഇത് ഡിഫെൻഡ് ചെയ്തു, അവസാന നിമിഷം വരെയും ഡിഫെൻഡ് ചെയ്തു. പിന്നെ ഈവൻ മാർട്ടിനെ പിന്മാറ്റി അവിടെ അറോജ വരുന്നുണ്ട്, ഡിയോങ്ങിനെ പിന്മാറ്റി അവിടെ ഗാർസിയ വരുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് രണ്ടാമതൊന്ന സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഒരുവിധം ബാർസലോണ ആ ഒരു കളിയിൽ നല്ല മാറ്റമാണ് വരുത്തിയത്. പിന്നെ ആ സമയത്ത് ഇനിഗോ മാർട്ടിനോ ലെഫ്റ്റ് ബാക്കായിട്ടാണ് കളിച്ചത്. ഗാർസിയ മിഡ്ഫീൽഡിൽ നിന്ന് സൂപ്പറായിട്ട് കളിക്കുന്നു, സൂപ്പറായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു, സൂപ്പർ ബാൾ റിക്കവർ ചെയ്യുന്നു. അങ്ങനെ കളിച്ച ഒരുവിധം ആൾക്കാരും ബാർസലോണ ഒരു ടീം പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് കളിക്കാരിൽ നിന്ന് തികച്ചൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്രകടനം മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. മൊത്തം ഒരു ടീം പെർഫോമൻസ് അവരുടെ അടുക്കൽ നിന്ന് കാണാൻ സാധിച്ചിരുന്നില്ല. ആ ഒരു മൂന്നാമത്തെ ഗോൾ വന്ന് തന്നെ ആ മോഡ്രിച്ചിന്റെ ആ ഒരു പാസ് സ്വീകരിക്കാൻ, അത് നല്ലൊരു പാസ്, അവിടെ ബെല്ലിങ്ങാമിനോ അല്ലെങ്കിൽ ബ്രാൻഡ് ഡിയാസിനൊക്കെ അത് സ്വീകരിക്കാമായിരുന്നു. പക്ഷെ ആരും അത് ടേക്ക് ചെയ്യാൻ വരുന്നില്ല. അവിടെ അത് തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഗോളാണ് ഇന്നലെ മൂന്നാമത്തെ ഗോളായിട്ട് വഴങ്ങുന്നത്. അങ്ങനെ റയൽ മാഡ്രിഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ 2-3 പെനാൽറ്റി ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെ 2 പ്രാവശ്യത്തും അവിടെ ഓഫ് സൈഡ് ട്രാപ്പ് വരികയാണ് ചെയ്യുന്നത്. ഇന്നലെ ഒരുവിധം ഹൈലൈൻ ഇന്നലെ രക്ഷപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 2-3 കളിയിൽ ബാർസലോണ രക്ഷപ്പെടുത്ത ഹൈലൈൻ ഇന്നത്തെ കളി ബാർസലോണ രക്ഷപ്പെടുത്തിയിരുന്നു. അപ്പം ഒരുവിധം നോക്കേണ്ടത് ബാർസലോണ സെറ്റ് പീസ് ആണ്. അപ്പോൾ ഇവൻ റയൽ മാഡ്രിഡിന്റെ ഭാഗം നോക്കിയാൽ ഇനി ലലീഗ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ലലീഗ ബാർസലോണയുമായിട്ട് ഇനി ഒരു എൽ ക്ലാസിക്കോ ഉണ്ട്. കഴിഞ്ഞ തവണ ബെർണാബിൽ വെച്ച് 4-0 തോറ്റിരുന്നു. ഇനി ബാർസലോണയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് ലീഗിൽ ഒരു എൽ ക്ലാസിക്കോ അടുത്ത ആഴ്ചയാണ് നടക്കാൻ പോകുന്നത് തോന്നുന്നു.
അപ്പം ആ ഒരു ലലീഗ മാത്രമേ ഇനി റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് മുന്നിലുള്ളൂ. അതിലാണെങ്കിലോ ബാർസലോണ 4 പോയിന്റ് ലീഡിൽ 1ാം സ്ഥാനത്താണ്. അപ്പൊ അങ്ങനെ ഒരു സൂപ്പർബ് പെർഫോമൻസ് ചെസ്സിനെ ആയിരുന്നാൽ പോലും സൂപ്പർ ഗോൾ കീപ്പിംഗ്. ഫസ്റ്റ് ഹാഫിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, സെക്കൻഡ് ഹാഫിൽ 2-3 നല്ല സേവുകൾ ചെസ്സിന് ചെയ്തിരുന്നു. അപ്പൊ കോട്ടോ ആയിരുന്നാലും ലാമിൻ യമാലിന്റെ സേവ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് കോണ്ടയുടെ ഹെഡർ അവിടെ കോട്ടോ സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോട്ടോയുടെ വകയിൽ നിന്ന് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ എങ്കിലും ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡിന്റെ മിഡ്ഫീൽഡ് മൊത്തത്തിലില്ലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പ്ലെയർ മൊത്തത്തിൽ തളർന്നു, ആ പാസുകളൊന്നും നേരെ വണ്ണം സ്വീകരിക്കാൻ പോലും ആളില്ലായിരുന്നു. അങ്ങനെ ബാർസലോണ 2-3 എന്ന രാജകീയമായ ഒരു വിജയത്തോടു കൂടി 32ാമത്തെ കോപ്പ ഡെൽ റേ കിരീടം നേടിയിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെയും നമസ്കാരം.